പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോസിറ്റീവും നെഗറ്റീവും സപ്ലൈ മാറിപ്പോയിട്ട് ഉപകരണങ്ങൾ കത്തിപ്പോകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ടാണ്. ഇതിലേക്ക് വേണ്ടത് 4 ഡയോഡും ഒരു കപ്പാസിറ്ററുമാണ് ആവശ്യം. ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. വോൾട്ടേജ് റേഞ്ച് നിങ്ങളുടെ ഉപകരണത്തിനേക്കാളും കൂടുതലാണെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഡയോഡ് അത് ആംബിയർ കൂടിയ ഡയോഡുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് 1 ആംബിയർ കറണ്ട് വരെ കൺസ്യൂം ചെയ്യുന്ന ഉപകരണത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയോഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാർ സ്റ്റീരിയോ പോലെയുള്ള ഉപകരണങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ആംബിയർ കൂടിയ ഡയോഡ് തന്നെ വാങ്ങുക. ഇനി ഈ പ്രൊട്ടക്ഷൻ ഡിവൈസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം 2 ഡയോഡ് എടുക്കുക. 2 ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗങ്ങൾ, അതായത് കാഥോഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് ഇതുപോലെ പിരിച്ചെടുക്കുക. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് സിൽവറായിട്ട് വരുന്ന ഭാഗമാണ് നെഗറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് കാഥോഡ് എന്ന് പറയുന്നത്. എല്ലാ ഡയോഡിനും ഇതുപോലെ ഒരു സിൽവർ മാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലൊന്ന് ഷോർട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അടുത്ത 2 ഡയോഡുകൾ എടുക്കുക. അതിൻ്റെ പോസിറ്റീവ് ഭാഗങ്ങൾ തമ്മിലൊന്ന് ഷോർട്ട് ചെയ്തെടുക്കുക. അതായത് ആനോഡുകൾ തമ്മിലൊന്ന് ഷോർട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കാഥോഡ് ചെയ്തു. ഇപ്പോൾ ഈ 2 ഡയോഡിൻ്റെ ആനോഡുകൾ തമ്മിൽ ഒരുപോലെ കോമൺ ആയിട്ടൊന്ന് ഷോർട്ട് ചെയ്തെടുക്കുക. ഇനി ആനോഡും ഷോർട്ട് ചെയ്തതും കാഥോഡും ഷോർട്ട് ചെയ്ത 2 ഡയോഡുകൾ ഇതുപോലെ എടുക്കുക. അതിനുശേഷം 2 ഡയോഡുകൾ വീതം പരസ്പരം പിരിച്ചെടുക്കുക. ഇവിടെ ഏത് ഡയോഡുകൾ തമ്മിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് ചെയ്തെടുക്കാം. രണ്ടിലും വ്യത്യാസം ഉണ്ടാകുന്നില്ല. ആനോഡും കാഥോഡുമായിട്ടാണ് ഇവിടെ ഷോർട്ടായിട്ട് വരിക രണ്ടിലും. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ വർക്കിൽ കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ഡയോഡ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കപ്പാസിറ്ററോടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ സർക്യൂട്ട് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ആനോഡും ഷോർട്ട് ചെയ്തൊരു ഭാഗം കാണും. കാഥോഡും ഷോർട്ട് ചെയ്ത ഭാഗം കാണും. പിന്നെ 2 എണ്ണം ആനോഡ് കാഥോഡ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക. ഇനി ഡയോഡിൻ്റെ നെഗറ്റീവും ഷോർട്ട് ചെയ്തിരിക്കുന്ന ഭാഗം, അതായത് കാഥോഡ് ഷോർട്ട് ചെയ്തിരിക്കുന്ന ഭാഗം എടുത്ത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കുക. അതാണ് ഈ കാണുന്ന, ഇത് നെഗറ്റീവാണ് കപ്പാസിറ്ററിൻ്റെ ഈ ഭാഗത്തായിട്ട് പോസിറ്റീവ് വരും. ആ പോസിറ്റീവിൽ ഇതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക. ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് എടുത്ത് ഡിവൈസസ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡയോഡിൻ്റെ പോസിറ്റീവും ഷോർട്ട് ചെയ്ത ഭാഗം, അതായത് ആനോഡും ഷോർട്ട് ചെയ്ത ഭാഗം എടുത്ത് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലായിട്ട് കൊടുക്കുക. ഇനി ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്നതാണ് നെഗറ്റീവ് സപ്ലൈയും. ആദ്യം നമ്മൾ കപ്പാസിറ്ററെ കണക്ട് ചെയ്തെടുത്തത് പോസിറ്റീവ് സപ്ലൈയുമാണ്. ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഡയോഡിൻ്റെ പോസിറ്റീവും ഷോർട്ട് ചെയ്ത കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും ഷോർട്ട് ചെയ്ത ഡയോഡുകൾ എടുത്ത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് കാണുന്ന 2 ലെഗുകളുണ്ട്. അതിലാണ് നമ്മുടെ ഇൻപുട്ട് സപ്ലൈ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ AC ഇൻപുട്ട് കൊടുത്താലും DC ഇൻപുട്ട് കൊടുത്താലും സപ്ലൈ തിരിച്ചു കൊടുത്താലും മറിച്ച് കൊടുത്താലും എല്ലാം ഇത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞത്. വോൾട്ടേജ് മാത്രം സെയിം ആയിരിക്കണം എന്നുള്ളൊരു ഫാക്ടർ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് 12 വോൾട്ടിൻ്റെ ഡിവൈസ് ആണെങ്കിൽ 12 തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. 12 AC കൊടുത്താലും DC കൊടുത്താലും നിങ്ങളുടെ ഡിവൈസ് പ്രൊട്ടക്ഷൻ ആയിരിക്കും, വർക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇത് പോസിറ്റീവാണ്. കപ്പാസിറ്റർ പോസിറ്റീവും നെഗറ്റീവിൻ്റെ ഭാഗത്ത് നെഗറ്റീവായിട്ടാണ് സപ്ലൈ വരുന്നത്. അപ്പോൾ ഞാനിവർ 12 വോൾട്ട് DC സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പോളാരിറ്റി അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു ബ്ലാക്ക് റെഡുമാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ പോളാരിറ്റി ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് മൾട്ടിമീറ്റർ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വീണ്ടും ഞാൻ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൻ്റെ ഭാഗത്ത് പോസിറ്റീവ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്, നെഗറ്റീവാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവൈസസിൽ നിങ്ങൾ ഈ സപ്ലൈയുടെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് കൊടുത്താലും, അതായത് AC കൊടുത്താലും DC കൊടുത്താലും നിങ്ങളുടെ ഉപകരണം വർക്കിംഗ് ആയിരിക്കും. അതിൻ്റെ പോളാരിറ്റി നെഗറ്റീവും പോസിറ്റീവും മാറിക്കൊടുത്താലും ഈ സാധനം വർക്ക് ചെയ്യും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ആകെ കാര്യം ഡിവൈസസിൻ്റെ വോൾട്ടേജും നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും സെയിം ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് AC ആയാലും DC ആയാലും പ്രശ്നമില്ല. വോൾട്ടേജ് മാത്രം സെയിം ആയിരിക്കണം.